കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത 2K പേരന്റിങ് ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഭാഗം ചെയ്യുക. അപ്പൊ അത് പ്രസന്റ് ചെയ്തതിന്റെ അവസാനം ചിലർ ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകമായിട്ട് അഡിക്ഷൻസിന്റെ മേഖലയെ കുറിച്ച് സംസാരിക്കണമെന്ന്. കാരണം കുട്ടികള് ലോക്ക്ഡൌണിന് മുമ്പും ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്തും കൂടുതലായിട്ട് പല അഡിക്ഷൻസിലേക്കും പോകുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് പ്രൊസീഡ് ചെയ്യുക. നമ്മൾ വാസ്തവത്തില് ഒരു സെഷൻ കൂടെ വെച്ചുകൊണ്ടേ ഈ പേരന്റിങ് 3 പാർട്ടുകൾ തീർക്കുള്ളൂ. അപ്പൊ ലവ് അഫയേഴ്സും അബ്യൂസ് എന്ന് പറയുന്ന മേഖലയും നമ്മൾ 3-ാം ഭാഗത്തേക്ക് വെക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യുക ഫോൺ, മൊബൈൽ അഡിക്ഷൻ, ഗെയിമിംഗ് അഡിക്ഷൻ, പോർണോഗ്രഫി അഡിക്ഷൻ, എന്നിട്ട് പൊതുവായിട്ട് അത് എങ്ങനെ സമീപിക്കാം എന്നുള്ള സൂചനകളും തരികയാണ്. അഡിക്ഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതേത് ലെവലിലായിട്ടുണ്ടാകണം എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഞാനൊരു സിമ്പിൾ ടെസ്റ്റ്, ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ ഒരു സിമ്പിൾ ടെസ്റ്റ് സൂചിപ്പിക്കുകയാണ്. അഡിക്ഷൻ ഉണ്ടെന്ന് നമ്മൾക്ക് തോന്നുന്ന പദാർത്ഥമോ വസ്തുവോ അതിന്റെ ലഭ്യത ഇല്ലാതായാൽ ആള് ഡിസ്റ്റർബ്ഡ് ആകുന്ന, അജിറ്റേറ്റഡ് ആകുന്ന, വയലന്റ് ആകുന്ന, പൊട്ടിത്തെറിക്കുന്ന ലെവലിലേക്ക് എത്തിയെങ്കിൽ നമ്മൾ ആ വ്യക്തി അഡിക്റ്റഡ് ആണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പല കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആകാം. ബന്ധങ്ങളിൽ അഡിക്റ്റഡ് ആകാം. ലവ് അഫെയർ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഗാഡ്ജറ്റുകളോട് അഡിക്റ്റഡ് ആകാം. സെക്സിനോട് അഡിക്റ്റഡ് ആകാം. ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, സബ്സ്റ്റൻസിനോട്, പുകവലി പോലുള്ള കാര്യങ്ങളോട് അഡിക്റ്റഡ് ആകാം. അങ്ങനെ ഗെയിമിങ്ങിനോട് അഡിക്റ്റഡ് ആകാം. സെക്സിന്റെ അഡിക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്, പോർണോഗ്രഫി. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള അഡിക്ഷൻസിന് സാധ്യതയുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പരിഗണിക്കുക മൊബൈൽ അഡിക്ഷൻ ആണ്, ഫോൺ അഡിക്ഷൻ ആണ്. ഫോൺ അഡിക്ഷൻ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കാണണം? ഫോൺ അഡിക്ഷൻ മാത്രമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടത്, വ്യക്തി, അതായത് നമ്മളുടെ കുട്ടി അവനോ അവളോ ഉള്ളിൽ ഒരു വോയിഡ് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. കുട്ടി ഓൾറെഡി ഇൻട്രോവേർട്ട് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് മൊബൈൽ പോലുള്ള അഡിക്ഷൻ വന്നാൽ, ഗെയിമിംഗ് പോലുള്ള അഡിക്ഷൻ വന്നാൽ അവരുടെ സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഹ്യൂമൻ ഇന്ററാക്ഷൻ കുറഞ്ഞു വരും. അപ്പം മൊബൈൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിക്ക് അത് ഫോൺ അഡിക്ഷൻ മാത്രമാണെങ്കിൽ അത് അവന്റെ ഏകാന്തതയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു മാർഗമായിരിക്കാം. അതൊരു എസ്കേപ്പ് പാത്വേ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് അതിന് പറ്റുന്ന വാതായനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അവന്റെ ശൂന്യതയെ ഫില്ല് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് ഒക്കെ ആ വ്യക്തിയെ നമ്മൾ തിരിച്ചുവിടേണ്ടതുണ്ട്. ഫോണിൽ കൂടെയുള്ള എന്തെങ്കിലും കാര്യമാണ് അഡിക്ഷന് നിദാനമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം, അത് ഗെയിമിംഗ് ആകാം, സിമ്പിൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആകാം, പോർണോഗ്രഫി ആകാം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ശ്രദ്ധിക്കുക, വീണ്ടും സുഹൃത്തുക്കളില്ലാത്തതിന്റെ, അല്ലെങ്കിൽ സഹോദരങ്ങളില്ലാത്തതിന്റെ, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ലഭ്യത, പ്രസൻസ് അടുത്തില്ലാത്തതിന്റെ, അവരുടെ സാന്നിധ്യം അടുത്തില്ലാത്തതിന്റെ പേരിലായിരിക്കാം അവര് ആ രീതിയിൽ തങ്ങളുടെ ശൂന്യത ഐഡന്റിഫൈ ചെയ്യുന്നതും അത് ഈ ഫോൺ അഡിക്ഷനിലൂടെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: അർത്ഥവത്തായ രീതികളിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ കുട്ടിയെ തിരിച്ചുവിടാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുവീടുകളിൽ പോകാൻ, ബന്ധുക്കളെ ഇങ്ങോട്ട് വിളിക്കാൻ, അവന്റെ കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഡിന്നറിനോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്ഷണിക്കുമ്പോൾ പോകാനും ഇങ്ങോട്ട് വിളിക്കാനും ഒക്കെ ആ രീതിയിൽ കൂടുതൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായി വന്നാൽ ഒരു പക്ഷെ അവരുടെ ആ വോയിഡ് അവർക്ക് ഫീൽ ചെയ്യത്തില്ല, അത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും. അവര് മൊബൈൽ പോലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആയിട്ട് പോവുകയില്ല. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ മനസ്സിലോർക്കുകയാണ്. എന്നും രാത്രി
അവൾക്ക് ആരോടെങ്കിലും ഗുഡ് നൈറ്റ് പറയണം. അത് അന്യരാണെങ്കിൽ പോലും, അന്നേ ദിവസം വഴിയിൽ കണ്ട ഒരന്യനാണെങ്കിൽ പോലും അവൾക്ക് പ്രശ്നമില്ല. അപ്പൊ അതിനു വേണ്ടി അവള് ലൈക്ക് പഴയ ഫോണുകള് കൂട്ടി എങ്ങനെയൊക്കെയോ റിപ്പയർ ചെയ്ത് ഒരു സിം എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ഫോൺ കണ്ടെത്തി വെക്കും. ലൈക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് അത്രമേൽ ഏകാന്തത അനുഭവിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മള് മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരുടെ ഈ ഏകാന്തത, അവരുടെ ഈ ശൂന്യത നമ്മൾ തിരിച്ചറിയാതെ വന്നാൽ എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാം പടുത്തുയർത്തുന്നു എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഏറെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കള് വഴി വിട്ടുപോയാൽ, മക്കളെ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ് പ്രയോജനമുള്ളത്? അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിങ്ങും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഗെയിമിങ്ങും പോർണോഗ്രഫിയുമാണ്. ഓക്കെ, മൊബൈല് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അവർക്ക് ഉപയോഗിക്കാനുള്ള നൈപുണ്യം കണ്ട് വണ്ടടിച്ച് നിൽക്കാറുണ്ട് മാതാപിതാക്കള്. അതൊക്കെയാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറ കഴിഞ്ഞ തലമുറയേക്കാൾ കാര്യക്ഷമമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ ടോക്കിൽ ഞാൻ സൂചിപ്പിച്ച അതേ പോസിറ്റീവ് ഡൗട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, ഫോണിൽ അവരാരൊക്കെയായിട്ടാണ് ബന്ധം പുലർത്തുന്നത്. അവരുടെ കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കുക, അവരാരോടൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കുക, മെസ്സേജുകൾ വരുന്നുണ്ടോ നോക്കുക, അനാവശ്യമായിട്ടുള്ള ഒരു രഹസ്യാത്മകത കടന്നു വരുന്നുണ്ടോ നോക്കുക. ഇത് എല്ലാ അഡിക്ഷൻസിനും ബാധകമാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് തന്നെ ഇത് ബാധകമാണ്. ഞാൻ വളരെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരോട്, ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. The more you have privacy, the more you will have secrecy. The more you have secrecy, the more you will be inclined to wrong or sin. മലയാളത്തിൽ പറഞ്ഞാൽ, സ്വകാര്യത കൂടി വരുംതോറും നമ്മുടെ ജീവിതത്തിലേക്ക് രഹസ്യാത്മകത കൂടി വരും. രഹസ്യാത്മകത കൂടി വരുംതോറും നമ്മളുടെ ജീവിതത്തിലേക്ക് തെറ്റിന്റെ ചായ്വുകൾ കടന്നു വരും, പാപത്തിലേക്കുള്ള തെറ്റിലേക്കുള്ള ചായ്വ് കടന്നു വരും. നമ്മൾ പലരും ബലഹീനതകളിലേക്ക് വീണു പോകുന്നത് ഇങ്ങനെയാണ്. അപ്പം ഏറ്റവും നല്ല ഒരു ഉപാധി, ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ഉപാധി സ്വകാര്യത കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രൈവസി കുറയ്ക്കുക എന്നുള്ളത്. ഇന്ന് കുട്ടികള് അല്ലെങ്കിൽ മൂത്തവര് തന്നെ, യുവാക്കളും യുവതികളും ഒക്കെ തന്നെ എപ്പോഴും വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തങ്ങളുടെ തന്നെ സ്വകാര്യ സ്പേസ്, സ്വകാര്യ ഇടം, പ്രൈവറ്റ് സ്പേസ്. അവര് തന്നെത്താൻ തെരഞ്ഞെടുത്ത് എനിക്ക് സ്വകാര്യത കുറച്ചു മതി എന്ന് ചിന്തിച്ചാൽ രഹസ്യാത്മകതയ്ക്ക് കുറവ് സാധ്യതയേ ഉള്ളൂ. അവര് അഡിക്ഷൻസിലേക്കോ മറ്റ് ബലഹീനതകളിലേക്കോ വീണു പോകാനുള്ള സാധ്യത കുറഞ്ഞു നിൽക്കും. ഇത് എല്ലാ മേഖലകളിലും ബാധകമാണ്. അപ്പം ഇതിന്റെ ഒരു അപ്ലൈഡ് തലം എന്താണ്? എൻ്റെ മൊബൈല് ടോയ്ലറ്റിൽ പോകുമ്പോഴോ, ഞാൻ കുളിക്കാൻ പോകുമ്പോഴോ, ഞാൻ പുറത്തിറങ്ങി പോകുമ്പോഴോ എനിക്ക് പാസ്വേഡ് ഇല്ലാതെ, പാറ്റേൺ ലോക്ക് ഇല്ലാതെ, ഫിംഗർ പ്രിന്റ് ലോക്ക് ഇല്ലാതെ, ഫേസ് ലോക്ക് ഇല്ലാതെ, എനിക്ക് ഒരു പാസ്വേഡ് ഇല്ലാതെ എനിക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റുമോ? എൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിൽ എനിക്ക് തുറന്നു വെച്ചിട്ട് പോകാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമ്മൾ ഓക്കെയാ. പറ്റില്ല എങ്കിൽ എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് ഇടുന്നതും പാറ്റേൺ ലോക്ക് ഇടുന്നതും എന്താ പറയുക, ഫിംഗർ പ്രിന്റ് ലോക്ക് ഇടുന്നതും ഒക്കെ ഈ രഹസ്യാത്മകതയിലേക്കുള്ള ചായ്വിന്റെ ആരംഭമാണ്. അവിടെ തന്നെ നമ്മൾ സൂചനയായിട്ട് എടുക്കണം, നമ്മളുടെ കുട്ടി മറ്റെന്തിലേക്കൊക്കെയോ പോയി തുടങ്ങുന്നു. കേവലം സ്വകാര്യതയെക്കുറിച്ചുള്ള ഒരു ഇടുങ്ങിയ മനസ്സിലാക്കലിൽ നിന്ന് മാത്രമല്ല അവൻ പാറ്റേൺ ലോക്ക് ഇടുന്നതോ എന്ന് ഒരു പോസിറ്റീവ് ഡൗട്ട് സൂക്ഷിച്ചാൽ തെറ്റിലേക്ക് വീഴുന്നതിന് മുൻപേ ഒരു പക്ഷെ നമുക്ക് അവരെ കാക്കാനായിട്ട് സാധിക്കും.
അടുത്ത ഇതായിട്ട് നമ്മൾ ഗെയിമിങ്ങിലേക്ക് പോയാൽ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ കുട്ടി കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നു, മൊബൈൽ ഗെയിംസ് കളിക്കുന്നു. ഈവൻ പേരൻസ് ഉണ്ട്, എന്റെ പയ്യൻ യുവാവാണ്, യുവതിയാണ്, അല്ലെങ്കിൽ യുവാവാണ്, അവൻ പുറത്തിറങ്ങി പോകുന്നില്ലല്ലോ, അവൻ ചീട്ട് കളിക്കാൻ പോകുന്നില്ലല്ലോ, അവൻ മദ്യപാനത്തിന് പോകുന്നില്ലല്ലോ, അവൻ മയക്കുമരുന്നിന് അടിപ്പെടാൻ പോകുന്നില്ലല്ലോ, കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്നില്ലല്ലോ, അവൻ വീട്ടിലുണ്ടല്ലോ, അവൻ ഗെയിമല്ലേ കളിക്കുന്നുള്ളൂ. കണ്ടമാനം കളിക്കുന്നതിന്റെ, ഇതിന് അഡിക്റ്റഡ് ആകുന്നതിന്റെ ദോഷം തിരിച്ചറിയുക. ഗെയിമിൽ പോലുമുണ്ട് ഞാൻ കഴിഞ്ഞ ടോക്കിൽ സൂചിപ്പിച്ച സെക്സും വയലൻസും കുറച്ചൊക്കെ മാജിക്കിന്റെയും ഹൊററിന്റെയും എലിമെന്റ്സും. സ്പീഡ് ഏറെയുണ്ട് ഗെയിമിങ്ങിൽ. നിങ്ങൾ ഓർക്കണം, ഒരു ഗെയിമില് ഒരു ഗെയിം കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പോയിന്റ് കിട്ടുന്നത് പല ഗെയിമിലും തന്നെ വേഗതയിൽ ആ ലക്ഷ്യം കൈവരിക്കുമ്പോഴാണ്. വേഗതയിൽ ലക്ഷ്യം കൈവരിച്ചാൽ മെല്ലെ കൈവരിക്കുന്നവരെക്കാൾ കൂടിയ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അറിയാതെ ഈ കളി ആസ്വദിച്ച് കളിക്കുന്ന ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസിലേക്ക് വേഗത എന്നുള്ള കോൺസെപ്റ്റ് കലരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവർ വേഗതയ്ക്ക് അടിമപ്പെടും. കേവലം അവർ ഗെയിമിങ്ങിനല്ല അടിമപ്പെടുന്നത്, അവർ വേഗതയ്ക്ക് അടിമപ്പെടും. കളി ജയിക്കാനായിട്ട് കൊല്ലുന്നത്, തൊഴിക്കുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഓക്കെ എന്നാണ് ഗെയിം കളിക്കുമ്പം നമ്മൾ ധരിച്ചു വശാവുക. അറിയാതെ നമ്മുടെ മനസ്സിൽ വയലൻസ് റാറ്റിഫൈഡ് ആവുകയാണ്. കാരണം കളി ജയിക്കണമെങ്കിൽ, ഉയർന്ന സ്കോർ നേടണമെങ്കിൽ കൊല്ലണം എന്നാണെങ്കിൽ അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ കൊല്ലുന്നതും അവരെ മറ്റുള്ള താരങ്ങളെ അല്ലെങ്കിൽ കൂടെ കളിക്കുന്നവരെ ഉപദ്രവിക്കുന്നതും ഒരു പ്രത്യേക രീതിയിൽ മനസ്സിൽ നീതീകരിക്കപ്പെട്ടു പോവുകയാണ്. എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് നമ്മൾ യോജിക്കാത്ത തത്വശാസ്ത്രം അവരുടെ ഉള്ളിലേക്ക് കലർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നമ്മൾ അന്തം വിടും, എന്തുകൊണ്ട് കൊച്ചുകുട്ടികള്, സ്കൂൾ കുട്ടികൾ പോലും തമ്മിൽ കൊല്ലുന്നു, എന്തുകൊണ്ട് കുട്ടികള് മാതാപിതാക്കളോട് വളരെ വയലന്റ് ആയിട്ട് പെരുമാറുന്നു, ചിലപ്പോൾ അവരെ കൊല്ലുന്നു എന്നൊക്കെ നമ്മൾ അന്തം വിടാറുണ്ട്. ഒരു പക്ഷെ സംഭവിക്കുന്നത് അവരുടെ ഉള്ളില് വയലൻസ് നീതീകരിക്കപ്പെടുന്നത് കൊണ്ടുള്ള ദോഷമാണ്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തി ഫോണിലായാലും ഗെയിമിലായാലും അഡിക്റ്റഡ് ആവുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ സ്വാഭിമാനം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അവൾക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ഈ സ്വാഭിമാനം കുറഞ്ഞു നിൽക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശൂന്യതയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാം. ഈ സ്വാഭിമാനം കുറഞ്ഞു നിൽക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും പുനഃസ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു വെമ്പലിലാണ് അവർ പലതും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ ഫോൺ ഉപയോഗിക്കുന്നതിൽ അതിമിടുക്കനാണെങ്കിൽ, ഗെയിം കളിച്ച് ഉയർന്ന സ്കോർ നേടുകയാണെങ്കിൽ ഞാൻ മിടുക്കനാണ് എന്നുള്ള തെറ്റായ ഒരു ബോധത്തിലേക്ക് അവർ പോവുകയും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. ഈ അഡിക്ഷൻ ഏതുവരെയായി എന്നറിയാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ സ്ഥലം സൂചിപ്പിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ കേരളത്തിന് വെളിയിൽ ഒരു ട്രെയിനിങ്ങിന് പോയി. എന്റെ പരിശീലനത്തിന് വേണ്ടി പോയി. അപ്പൊ അവിടെ 13 പേരെ എന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പണം ചെലവുള്ള ഒരു ട്രെയിനിങ് ആണ്. അവിടെ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ജസ്റ്റ് ആഫ്റ്റർ +2. അപ്പൊ ആ സ്റ്റേജിലുള്ള ട്രെയിനിങ്ങിൽ ഒരു +2 കാരിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ ട്രെയിനിങ് ആ മേഖലയുടെ 4ാമത്തെ ലെവൽ ട്രെയിനിങ് ആണ്. അപ്പൊ അവരുടെ നിയമം അനുസരിച്ച് തന്നെ ചുരുങ്ങിയത് 2 അല്ലെങ്കിൽ 3 വർഷം മുൻപ് ഇനീഷ്യേറ്റഡ് ആയാലേ എന്റെ കൂടെ ആ 4ാം സ്റ്റേജിൽ അവൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ട്രെയിനിങ് ഏകദേശം 7 ദിവസമായിരുന്നു. 6ാം ദിവസം ഞാൻ തിരിച്ചറിയാണ് ഈ പെൺകുട്ടി ഇയർ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് യൂഷ്വലി നമ്മുടെ കുട്ടികൾ ഇയർ ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ വർഷം കളഞ്ഞ് പഠിക്കുക? എൻട്രൻസിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, വിചാരിച്ച കോഴ്സ് കിട്ടിയില്ലെങ്കിൽ, വിചാരിച്ച സ്ഥാപനം കിട്ടിയില്ലെങ്കിൽ 1 വർഷം കളഞ്ഞ് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനോട് വലിയ യോജിപ്പില്ലെങ്കിലും 1ഉം 2ഉം ചിലപ്പോൾ ഗതി കെടുമ്പോൾ 3ാമത്തെ റിപ്പീറ്റിങ്ങിന് വരെ ഞാൻ കുട്ടികൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
ഞാൻ വിചാരിച്ചു ഇയർ ഡ്രോപ്പ് എൻട്രൻസ് കിട്ടാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവളോട് വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവള് പറയുകയാണ്, ഞാൻ ഇയർ ഡ്രോപ്പ് എടുത്തത് ഒരു പ്രത്യേക ഗെയിം കളിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടാൻ വേണ്ടിയിട്ടാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുക. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പാശ്ചാത്യ ലോകം ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പകൽ ഇവിടെ കളിക്കുമ്പോൾ പാശ്ചാത്യ ലോകം ഉറങ്ങുകയാണ്. നമ്മൾ രാത്രിയിൽ കളി നിർത്തുമ്പോൾ പാശ്ചാത്യ ലോകം ഉണരുകയാണ്, അവിടുത്തെ കുട്ടികൾ കളി തുടങ്ങുകയാണ്. അപ്പൊ വൈകുന്നേരം വരെ കളിച്ച് ഉയർന്ന പോയിന്റ് നേടിയിരിക്കുന്ന നമ്മുടെ ഒരു കുട്ടി ഇന്റർനാഷണൽ റാങ്കിങ്, വലിയ ഉയർന്ന റാങ്കിങ് കിട്ടി നിൽക്കുകയാണ്. രാത്രിയിൽ അവൻ കളിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അവൻ റാങ്കിങ്ങിൽ താഴേക്ക് പോവുകയാണ്. ആ റാങ്കിങ്ങിൽ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? അവൻ രാത്രിയിലും കളിക്കും. എങ്ങനെയുണ്ട്? എന്നിട്ട് പിറ്റേ ദിവസം അവൻ ക്ലാസ്സിൽ ചെന്നിട്ട് ഒന്നുകിൽ ഉറക്കം തൂങ്ങിയിരിക്കും, അതല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ പോകാൻ ഉണരുക പോലുമില്ല. ഓക്കെ, ചിലര് സൗണ്ട് ഡിസ്റ്റർബൻസ് പറയുന്നുണ്ട്. ആരെങ്കിലും അൺമ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ശബ്ദം ഇത് നിങ്ങളുടെ ആ വീഡിയോ ക്യാമറയുടെ പടം ഉള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. വീഡിയോ കുറയുമ്പോ ബാൻഡ് വിഡ്ത്ത് കുറയുമെന്നാ പറയും. അപ്പൊ ശബ്ദം ക്ലാരിറ്റി കൂടുതൽ കിട്ടിയേ. അപ്പൊ ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ഒരു പക്ഷേ പേരൻസ് തിരിച്ചറിയുന്നില്ല. അവൻ കളിക്കുന്നല്ലേ ഉള്ളൂ എന്നാണ് ചിന്ത. ഈ കളി നമ്മുടെ കുട്ടികളെ കുറച്ച് കഴിയുമ്പോൾ വയലന്റ് ആക്കുമെന്ന്, അജിറ്റേറ്റഡ് ആക്കുമെന്ന്, അവരെ മാതാപിതാക്കളോട് പോലും വഴക്കിടുന്ന സാഹചര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് പേരൻസ് തിരിച്ചറിയുന്നു. കൗൺസിലേഴ്സിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പരിചയത്തിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ, അതോ ഞങ്ങൾ കണ്ടെത്തി തരണോ എന്ന് ചോദിക്കുമ്പോഴാണ് പേരൻസിന് ഷോക്ക് വരിക. അതായത് ഞങ്ങള് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറയാറുണ്ട്, ഇത് സയന്റിഫിക് അല്ല. 0 മുതൽ 1 വരെ അബ്നോർമൽസി എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. മരുന്നും വേണ്ട, കൗൺസിലിങ്ങും വേണ്ട, തെറപ്പിയും വേണ്ട. 1 മുതൽ 4 വരെ ഒരു അബ്നോർമൽ ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് വേണമെന്ന് ഞങ്ങൾ പറയും. 4 മുതൽ 7 വരെ ഞങ്ങൾ പറയും തെറപ്പി വേണമെന്ന് പറയും. ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ 7-ന് മേലെയാണെങ്കിൽ ഞങ്ങൾ പറയും മെഡിക്കൽ ഇന്റർവെൻഷൻ തന്നെ വേണം, ഡോക്ടർമാരുടെ തന്നെ സഹായം വേണം, മരുന്ന് കഴിക്കണം. നമ്മളുടെ അടുത്ത് കുട്ടി വരുമ്പോഴേക്കും ഈ 3ാമത്തെ ലെവലാണെന്ന് തിരിച്ചറിയുമ്പം അത് സൂചിപ്പിക്കുമ്പോഴാണ് പേരൻസിന് ഷോക്ക് കിട്ടുക. ചിലർ അംഗീകരിക്കത്ത് പോലും ഇല്ല, അത് വെച്ച് താമസിക്കും. സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ പല വീടുകളില് അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. ഹ്യൂമൻ ഇന്ററാക്ഷൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള കുട്ടികൾ. അപ്പൊ ഏർലി ഐഡന്റിഫിക്കേഷൻ ആണ് ഒരു മാർഗം തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടത് ചെയ്യാനായിട്ട്. ഒത്തിരി പേരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൗൺസിലിംഗ് വേണ്ട ദിശയിൽ ചിലപ്പം വീട്ടുകാരല്ലാത്ത ഒരാളുടെ ഇന്റർവെൻഷനിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ കുട്ടി രക്ഷപ്പെട്ട് വന്നേക്കാം. ചില ഘട്ടങ്ങളിൽ തെറപ്പി വേണ്ടി വന്നേക്കാം. ഇനിയും ഇതൊന്നും അല്ല എങ്കിൽ മരുന്നിന് കൊണ്ടുപോകേണ്ട അവസ്ഥ. അത് ഏർലിയർ ദ ബെറ്റർ. നേരിട്ട് മരുന്നിന് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൗൺസിലിങ്ങും തെറപ്പിയും വിജയിക്കില്ലെങ്കിൽ മാത്രം അത് നമ്മൾ തീരുമാനിക്കേണ്ടത് യൂഷ്വലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവര് മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഏത് ലെവലിലേക്ക് വിടണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഈ കളികളിലെ ഒരു വലിയ ചതിയുടെ എലിമെന്റ്, ചതി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഗെയിംസ് എല്ലാം ക്ലെയിം ചെയ്യുക അവ വളരെ ഇന്ററാക്റ്റീവ് ആണെന്നാണ്. ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബന്ധം ഉൾക്കൊള്ളുന്നതാണെന്നാണ്. അപ്പൊ കുട്ടികൾ നമ്മളോട് പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരോടാ കളിക്കുന്നത്, ഞാൻ ഇന്ന രാജ്യത്തെ ഇന്ന കുട്ടികളോടാണ് കളിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. വെരി ഇന്ററാക്റ്റീവ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. എന്നാൽ ഓർക്കുക, നമ്മുടെ കുട്ടി ഇരുന്ന് കളിക്കുന്നത് കേവലം ഒരു മെഷീനോടാണ്. ഒരു ബന്ധവും ഒരു ഇന്ററാക്ഷനോടെ സംഭവിക്കുന്നില്ല.
ഇപ്പൊ ഞാൻ മെഷീനോടാണ് സംസാരിക്കുന്നത്, നിങ്ങളോടാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഞാനിപ്പോ മെഷീനോടാ സംസാരിക്കുന്നത്. ഇന്ററാക്ഷൻ നടക്കുന്നത് നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പോകുമ്പോഴാണ്, അല്ലെ വിഷ് ചെയ്ത് തിരിച്ചും വിഷ് ചെയ്യുമ്പോഴാണ്. അത്തരത്തിലൊരു ഇന്ററാക്ഷൻ ഗെയിമിന്റെ ആ വേലിക്കെട്ടിനുള്ളില് വലിയ പ്രാധാന്യമില്ല. ഒരുമിച്ച് കളിക്കുന്ന നെറ്റ്വർക്ക് ഗെയിംസ് ഉണ്ട്. അപ്പം ഇന്ററാക്റ്റീവ് ഗെയിം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇറ്റ് ഈസ് ഇന്ററാക്ഷൻ ഓൺലി വിത്ത് എ മെഷീൻ. ഒരു യാന്ത്രികതയിലേക്ക്, മനുഷ്യരിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ തെന്നിമാറുന്നത്. ഇനി അടുത്ത ഘട്ടത്തില് നമ്മൾ പോവുക പോർണോഗ്രഫി അഡിക്ഷനിലേക്കാണ്. പോർണോഗ്രഫി നമ്മൾ കഴിഞ്ഞ തവണ ജസ്റ്റ് സൂചിപ്പിച്ചു. മഞ്ഞ സാഹിത്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ, കൊച്ചു പുസ്തകങ്ങൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ, പൈങ്കിളി സാഹിത്യം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ലിറ്ററേച്ചർ. പിന്നെ ബ്ലൂ മീഡിയ, നീല മാധ്യമങ്ങൾ, ബ്ലൂ ഫിലിം, ഹ്യൂമൻ ന്യൂഡിറ്റി, സ്ത്രീ പുരുഷ നഗ്നതയെ വളരെ എക്സാജറേറ്റഡ് ആയിട്ടോ അല്ലാതെയോ ചിത്രീകരിച്ച് അത് കമേഴ്ഷ്യലായിട്ട് നെറ്റിലും പുസ്തകങ്ങളിലും ഒക്കെ അടിച്ച്, അപ്പം ഡിജിറ്റൽ ആയിട്ടുള്ളതിനെ നമ്മൾ ബ്ലൂ മീഡിയ എന്ന് പറയുന്നു. പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളതിനെ നമ്മൾ യെല്ലോ ലിറ്ററേച്ചർ എന്ന് പറയുന്നു. മഞ്ഞ സാഹിത്യവും നീല മാധ്യമങ്ങളും. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ ന്യൂഡിറ്റി എക്സ്പോസ്ഡ് ബിയോണ്ട് എനി ലിമിറ്റ് ആണ്. നമ്മൾ പണ്ട് പറയുമായിരുന്നു അഡൽസ് ഓൺലി കണ്ടന്റ് എന്നുള്ളത്. അപ്പം അഡൽസ് ഓൺലി ആയിട്ടുള്ള കണ്ടന്റ് കുട്ടികളുടെ മുൻപില്, ടീനേജേഴ്സിന് മുമ്പിൽ വളരെ വളരെ വ്യാപകമായിട്ട് ഇന്ന് എക്സ്പോസ്ഡ് ആവുകയാണ്. ഇതിന്റെ ഡേഞ്ചർ നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്കറിയാവുന്ന ആ പാളിച്ചകൾക്ക് അപ്പുറത്ത് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇതിനകത്തൊരു വിഷ്യസ് സർക്കിൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്, നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിരുന്നു നേരത്തെ. ഇപ്പൊ ഞാൻ ആ തെറ്റിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഞാനത് ഗൂഗിളിൽ സെർച്ച് ഇട്ട് അല്ലെങ്കിൽ മറ്റ് സെർച്ച് എൻജിൻസിൽ സെർച്ച് ഇട്ടിട്ട് വാക്കിട്ടിട്ട് ഞാൻ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ അടുത്ത സ്ക്രീൻ വരാൻ സമയമെടുക്കും. ഞാൻ എന്ന വ്യക്തിക്ക് ഈ തെറ്റിലേക്ക് പോകണോ വേണ്ടയോ, പിന്മാറണോ, മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് എടുത്തു വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് ഏറെ സമയമുണ്ടായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് പറയും കോൺഷ്യൻസ് ടൈം, മനസാക്ഷി സമയം എന്ന് പറയും. എൻ്റെ ഒരു പദപ്രയോഗമാണ്. കോൺഷ്യൻസ് ടൈം കൂടുതലായിരുന്നു ഇന്റർനെറ്റ് സ്പീഡ് കുറവായിരുന്നപ്പോൾ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇന്റർനെറ്റ് സ്പീഡ് വളരെ കൂടുതലായി, ഗാഡ്ജറ്റ്സ് ഓരോരുത്തരുടെയും കയ്യിലായി, സ്മാർട്ട് എക്യുപ്മെന്റ്സ് വന്നു, വളരെ കുറച്ച് ബാൻഡ് വിഡ്ത്തിൽ തന്നെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ആപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നു. ക്ലിക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട സമയമില്ല. വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മുൻപിൽ ദൃശ്യങ്ങൾ തെളിയുകയാണ്. കോൺഷ്യൻസ് ടൈം ഇല്ലാതായിരിക്കും. ഒരു വലിയ പാളിച്ച, വലിയ അപകടം. രണ്ടാമത്തെ വലിയൊരു അപകടം ഇതാണ്. തെറ്റിലേക്കായി കഴിഞ്ഞു, ഞാൻ തെറ്റിലേക്ക് കയറി കഴിഞ്ഞു, എനിക്ക് രക്ഷപ്പെടണം അല്ലേ? വേണ്ട. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് വിചാരിക്കുക, ഞാൻ അറിയാതെ അങ്ങനെ ഒരു സൈറ്റിലെത്തി, എന്റെ അമ്മ ആ സമയത്ത് ആ മുറിയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താ? നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് നോളജ് ഉണ്ടെങ്കിലും നമ്മൾ പറയും ആ മൂലയിലുള്ള, വലതുവശത്ത് മുകളിലത്തെ മൂലയിലുള്ള 3 ബട്ടൺസ്, മിനിമൈസർ, റിസ്റ്റോർ, ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യലാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മൾ മനസ്സിലാക്കുക, ആ ക്ലോസ് ബട്ടൺ കൂടുതൽ ഹാർഡ് കോർ ആയിട്ടുള്ള സെക്സ് കണ്ടന്റിലേക്ക് ഹൈപ്പർ ലിങ്ക്ഡ് ആണ്. അതായത് കൂടുതൽ കണിശമായിട്ടുള്ള, കൂടുതൽ ബുദ്ധിമുട്ടാർന്ന, കൂടുതൽ മോശമായിട്ടുള്ള സൈറ്റുകളിലേക്ക് ഹൈപ്പർ ലിങ്ക്ഡ് ആയിട്ടാണ് ക്ലോസ് ബട്ടൺസിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? രക്ഷപ്പെടാൻ മാർഗം തേടുന്നിടത്താണ് അടുത്ത ചതിക്കുഴി. അപ്പം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും വീണ്ടും വീണ്ടും അതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്ന വളരെ ശോചനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ രംഗത്ത് കാണുക. പലരും പറയും പിയർ ഗ്രൂപ്പ് പ്രഷറിൽ, സമപ്രായക്കാരുടെ പ്രഷറിൽ പറയും, ആണായാൽ, ആൺകുട്ടികളുടെ ഇടയിലുള്ള സംസാരമാണ്, ആണായാൽ ഇത് കാണണം, അഡൽറ്റ് ആകണമെങ്കിൽ ഇത് കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ 100% ആണുങ്ങളും ഇത് കണ്ടിരിക്കണമല്ലോ. ഇന്ന് അഡൽറ്റ് ആയിട്ടുള്ള എല്ലാവരും ഇത് കണ്ടിരിക്കണമല്ലോ.
എനിക്ക് അറിയാവുന്ന ഏറെ പേരുണ്ട് ഇത് ഒരൊറ്റ ക്ലിപ്പ് പോലും കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒന്നിലേക്കും പോയിട്ടില്ല. മീഡിയ അവയർനെസ് ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഒരു ക്ലിപ്പ് കാണിച്ചു തന്നതൊഴിച്ച്. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കുട്ടികളിൽ നിന്നും മാധ്യമ സാധനങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ പെൻഡ്രൈവുകളോ CD-കളോ ഒക്കെ പിടിച്ചെടുത്താൽ എന്റെ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കി അതിന്റെ തംബ്നെയിൽസ് കണ്ടാൽ എനിക്കറിയാം ഇത് XXX കണ്ടന്റ് ആണല്ലോ എന്ന്. ഇത്തരം കോഴ്സുകൾക്കൊക്കെ പോയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഞാൻ പറയും. ഞാൻ അഡൽറ്റ് ആണല്ലോ, ഞാൻ ആണല്ലോ, എനിക്കൊരു കുറവും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം കേവലം ഒരു പിയർ ഗ്രൂപ്പ് പ്രഷറിൽ ഉള്ള ഒരു ചിന്തയാണ് ഓൾമോസ്റ്റ് ലൈക്ക് മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ള മയക്കുമരുന്ന് ഇന്ത്യയിൽ മാത്രമേ റാറ്റിഫൈ ചെയ്യാത്തതുള്ളൂ, പുറത്തത് ലീഗലാണ് എന്ന് വാദിക്കുന്നത് പോലെ ഇന്ത്യയിലും അത് അധികം വൈകാതെ റാറ്റിഫൈ ചെയ്യും, അത് നിയമവിധേയമാക്കും, നിയമപ്രകാരമുള്ളതാക്കും എന്ന് വാദിച്ച് തന്റെ കഞ്ചാവ് ഉപയോഗത്തെ നീതീകരിക്കുന്നത് പോലെയുള്ള ഒരു ചിന്ത. ഇപ്പോഴത്തെ നമ്മുടെ അപകടം ഇതാണ്. ആൺകുട്ടികളും അതേപോലെ തന്നെ പെൺകുട്ടികളും ഹാർഡ് കോർ സെക്സ് കണ്ടന്റിലേക്ക്, പോർണോഗ്രഫിയിലേക്ക് വീണു പോയി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് കണ്ടിട്ട് എന്താണ് ബെനിഫിറ്റ്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽ എത്തിച്ചു തരാമെന്ന് ഞാൻ കുട്ടികളോട്, യൂത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കളിയാക്കി പറയുന്ന ഒരൊറ്റ ബെനിഫിറ്റ് കാണിച്ചു തന്നാൽ. അതേസമയം ദോഷങ്ങളോ? എന്തുകൊണ്ടാണ് ദോഷങ്ങൾ? പോർണോഗ്രഫിക്ക് എന്തുകൊണ്ടാണ് ദോഷങ്ങൾ? ഇത് നോർമൽ സെക്സ് കണ്ടന്റ് അല്ല. സെക്സ് എഡ്യൂക്കേഷൻ പോലും സംഭവിക്കുന്നില്ല. ഇത് നോർമൽ സെക്സ് കണ്ടന്റ് അല്ല. അതിനകത്ത് അബ്നോർമൽ സെക്സ് കണ്ടന്റ് ഉണ്ട്, അൺനാച്ചുറൽ സെക്സ് കണ്ടന്റ് ഉണ്ട്, എക്സാജറേറ്റഡ് സെക്സ് കണ്ടന്റ് ഉണ്ട്, വൾഗറൈസ്ഡ് സെക്സ് കണ്ടന്റ് ഉണ്ട്, അനിമാലിക് കണ്ടന്റും ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതുണ്ട്, അസ്വാഭാവികമായിട്ടുള്ളതുണ്ട്, അതിശയോക്തി കലർത്തപ്പെട്ട ചിത്രീകരണങ്ങളുണ്ട്, വൈകൃതങ്ങൾ കലർത്തപ്പെട്ട ചിത്രീകരണങ്ങളുണ്ട്, ജന്തു സഹജമായിട്ടുള്ളത്, ജന്തു തുല്യമായിട്ടുള്ള സെക്സിന്റെ ചിത്രീകരണവും. ഈ 5 മാനങ്ങളുള്ള സെക്സ് കണ്ടന്റിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആയാൽ നമ്മളിൽ സംഭവിക്കുക പലതാണ്. ഒന്ന്, എന്റെ മനസ്സിൽ വീഴുന്ന സെക്സിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിപ്പോവുക. അതായത് നോർമൽ കോൺസെപ്റ്റിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണ്. രണ്ടാമത്തെ ദോഷം, എനിക്ക് എന്റെ എതിർ സെക്സിനോട് തോന്നുന്ന ആദരവില് വ്യത്യാസം വരിക. നമ്മള് പണ്ട് പറയാറുണ്ട്, അമ്മയോടോ പെങ്ങളോടോ ഉള്ള ഇത് കുറഞ്ഞു പോവുകയാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലെന്ന് ചോദിക്കാറുണ്ട് അത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്ന ആൺപിള്ളാരോട്. ഏതാണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സെക്സിനോട്, ആണുങ്ങൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആണുങ്ങളോടും ആദരവ് കുറഞ്ഞു പോവുക രണ്ടാമത്തെ ഒരു ദോഷം. മൂന്നാമത്തെ ഒരു ദോഷം, ഇവരിൽ ചില ഞാൻ എല്ലാ സെക്സ് ഡീവിയേഷൻസും പോർണോഗ്രഫി കണ്ടത് കൊണ്ടാണെന്ന് പറയുന്നില്ല. ചിലതൊക്കെ ഹോർമോണൽ ഇഷ്യൂസ് ആണ്, ചിലതൊക്കെ അവരുടെ നേച്ചറിൽ വന്ന് പെടുന്നതാണ്. എന്തായാലും ചില സെക്സ് ഡീവിയേഷൻസ് ഇതിന്റെ ഫലമായിട്ട് കണ്ടു തുടങ്ങും. അപ്പം ഇവര് കണ്ടതിന്റെ വെളിച്ചത്തിൽ ഇവര് പലതിലേക്കും പോയി തുടങ്ങുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്ന, ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന, ആ രീതിയിലുള്ള ഫാന്റസികൾ കാണുന്ന അവസ്ഥയിലേക്ക് ഇവര് തെന്നി മാറാറുണ്ട്. അപ്പൊ ഈ ദോഷങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ കുട്ടികളോട് ചോദിക്കാം, മിനിമം ദോഷം, ഓക്കെ, പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത്, ഏകാഗ്രത നശിക്കുന്നത്, ഓർമ്മശക്തി ഇല്ലാതാകുന്നത്, വയലന്റ് ആകുന്നത്, ദേഷ്യം വല്ലാതെ വന്നിട്ട് ചിലപ്പം കതക് വലിച്ചടയ്ക്കും, സാധനങ്ങൾ എടുത്തെറിയും, എറിഞ്ഞു പൊട്ടിക്കും. ഇനിയും അങ്ങേയറ്റം സംഭവിക്കുന്ന ഒരു കാര്യം, ക്രോണിക് ലേസിനെസ്, അങ്ങേയറ്റത്തെ മടി പിടിച്ച അവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നത് കാണാറുണ്ട്, വ്യക്തികൾ പോകുന്നത് കാണാറുണ്ട്. ഇതൊന്നും 100% സംഭവിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്റെ കൗൺസിലേഴ്സിൽ കണ്ട പ്രത്യേകതകൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ സംഭവിക്കുന്നില്ല, മാരേജിന് ഒരുക്കപ്പെടുന്നില്ല, അതേസമയം ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഒരു ഗുണം നിങ്ങൾക്കുണ്ടേ നിങ്ങൾ കണ്ടോളൂ.
അതേസമയം ഒരു ദോഷമെങ്കിലും ഉണ്ടെന്ന് സമ്മതിച്ചാൽ ആ ഒറ്റ കാരണം മതി സ്വന്തം ജീവിതത്തെ ഓക്കെ ആക്കാൻ വേണ്ടി അതിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനമെടുക്കും. ചിലർക്ക് അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടത്, ഇതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്? ഞങ്ങൾ പൊതുവിൽ പറയുന്ന ഒരു 2 സ്റ്റെപ്പുകൾ ഇതാണ്. ഒന്ന്, കട്ട് ദ സോഴ്സ്. സോഴ്സ് കട്ട് ചെയ്യുക. ഇതിന് കാരണമാക്കുന്നത് എന്താണോ അത് കട്ട് ചെയ്യുക. അതായത് ഉദാഹരണം, എന്റെ മൊബൈലിൽ ഞാൻ പാസ്വേഡ് ഇല്ലാതെ, പാറ്റേൺ ലോക്ക് ഇല്ലാതെ തുറന്നു വെച്ചാൽ എന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ എടുത്ത് കാണാം. അവർക്ക് ഹിസ്റ്ററി നോക്കാം, ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്കാം, എന്താ പറയുന്നത്, കോൾ ലോഗ്സ് നോക്കാം. അങ്ങനെയുള്ള ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സോഴ്സ് കട്ട് ചെയ്യുന്നതാണ് ഒരു മാർഗം ഇതിൽ നിന്ന് പുറത്തു വരാൻ. പ്രത്യേകിച്ച് പോർണോഗ്രഫിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അഡീഷണൽ മാർഗമാണ് എന്നും രാത്രി അവർ പോസിറ്റീവ് വിഷ്വൽസോടുകൂടി ഉറങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, പോർണോഗ്രഫി എന്ന് പറയുന്നത് നെഗറ്റീവ് വിഷ്വൽ ആണ്. ഈ നെഗറ്റീവ് വിഷ്വൽസിന്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള നെഗറ്റീവ് വിഷ്വൽസിന്റെ സ്വാധീനം കുറയ്ക്കാൻ അവര് പോസിറ്റീവ് വിഷ്വൽസ് ധാരാളമായിട്ട് കണ്ട്, അത് സ്വന്തം മതവിശ്വാസത്തിൽ നിന്നോ സ്വന്തം കുടുംബ ബന്ധങ്ങളിൽ നിന്നോ ഏത് രീതിയിൽ വേണമെങ്കിൽ, ഈവൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല സംഭവങ്ങളിൽ നിന്നോ നല്ല വിഷ്വൽസ് മനസ്സിൽ വെച്ചുകൊണ്ട് അവര് കിടക്കാൻ പോകട്ടെ എന്ന് ഞാൻ പറയും. ഈ കിടക്കാൻ പോകുന്ന സമയത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കിടക്കാൻ പോകുന്ന ഉറക്കച്ചടവാർന്ന ഉറക്കത്തോടടുത്ത സമയത്താണ് നമ്മുടെ ഉപബോധ മനസ്സ് അങ്ങേയറ്റം ആക്റ്റീവ് ആയിരിക്കുന്നത്. ഈ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആയിട്ടുള്ള സമയത്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കയറ്റിക്കൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. ഞാൻ പറയും, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഗൗരവതരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി, അതാണായാലും പെണ്ണായാലും, അവസാനമായിട്ട് ചിന്തിക്കേണ്ടതും അവസാനം മനസ്സിൽ കാണേണ്ടതും നേരിട്ട് കാണേണ്ടതും അനുഭവിക്കേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ പോസിറ്റീവ് ആയിരിക്കണം, നല്ലതായിരിക്കണം. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അവരുടെ ഉപബോധ മനസ്സിലേക്ക് സിങ്ക് ചെയ്യും. അതിന്റെ ഗുണം ആ വ്യക്തിക്ക് ഉണ്ടാകും. ബുദ്ധിമുട്ടാണ്, ഏത് അഡിക്ഷൻസും അതിൽ നിന്ന് പുറത്തു വരിക ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹാബിറ്റ് ബ്രേക്കിങ്ങിന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യാം. 21 ദിവസം അടുപ്പിച്ച് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിച്ചാൽ വിജയിക്കുമെന്നാണ് പറയും. 21 ദിവസം അടുപ്പിച്ച് വിട്ടു നിൽക്കുക, 21 ദിവസം അടുപ്പിച്ച് പോസിറ്റീവ് വിഷ്വൽസ് ഉള്ളിലേക്ക് കയറ്റുക, എക്സെട്ര. ഇപ്പൊ ഏത് അഡിക്ഷൻ എടുത്താലും അതിന്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് തിരിച്ചറിയും. ഇപ്പം അമ്മമാര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടിക്ക് ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ ഭക്ഷണം എന്താ പറയുന്ന മനസ്സില്ലാ മനസ്സോടെ കഴിക്കുന്ന, ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരുന്ന് കഴിക്കുന്നു. നമ്മൾ പറയാറുണ്ട് ഡോപ്പമൈൻ. എന്തും കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ പ്ലഷർ എലിമെന്റ്, എന്തും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ പ്ലഷർ എലിമെന്റ്, ഭക്ഷണം കഴിച്ചാലും ഡോപ്പമൈൻ കിട്ടും, മൊബൈൽ ഉപയോഗിച്ചാലും ഡോപ്പമൈൻ കിട്ടും, ഗെയിം കളിച്ചാലും ഡോപ്പമൈൻ കിട്ടും, പോർണോഗ്രഫി കണ്ടാലും ഡോപ്പമൈൻ കിട്ടുമെങ്കിൽ ഭക്ഷണത്തിന്റെ ആസ്വാദ്യത അവർക്ക് ഫീൽ ചെയ്യില്ല. കാരണം അവർക്ക് ഡോപ്പമൈൻ അല്ലാതെ തന്നെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പം വരാവുന്ന വലിയൊരു വിപത്ത് അവരുടെ അപ്പറ്റൈറ്റ് കുറയുന്നുള്ളതാണ്. അപ്പം ഡൈജഷൻ ഇഷ്യൂസ് വരും എന്നുള്ളതാണ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണൽ ലൈഫില് വലിയ താളപ്പിഴകൾക്ക് വഴി തെളിക്കാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല, വിശപ്പൊട്ടും ഇല്ലാതെ വരുന്നു, അങ്ങനെ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അപ്പൊ ഗെയിമിംഗ് ആയാലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആയാലും മൂവീസും കാർട്ടൂൺസും ആയാലും ഇവയെല്ലാം തന്നെ നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്നു. ഇപ്പം പേടിയുടെ എലിമെന്റ് കൂടി വരുന്ന കുട്ടികള്, പേടി എന്ന വാക്ക് ഉപയോഗിച്ച ഉടനെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൊറർ സിനിമകൾ കാണാറുണ്ടോ, ഹൊറർ നോവലുകൾ വായിക്കാറുണ്ടോ? അപ്പൊ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ഇൻവോൾവ്മെന്റ്, ഉദാഹരണം ഉറക്കം കെടുത്താം, വയലൻസ് ഉള്ളത് ഉറക്കം കെടുത്താം, ഈവൻ പോർണോഗ്രഫി കണ്ടന്റ് ചിലപ്പോൾ ഉറക്കത്തെ ബാധിക്കാം. പിന്നെ ഇവര് രാത്രിയില് ഒളിച്ചിരുന്ന എന്നോണം ചെയ്യുമ്പോൾ വീണ്ടും അതായത് പേരൻസും മറ്റുള്ളവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ന രീതിയിൽ കാണുമ്പോൾ വീണ്ടും ഉറക്കം കെടാനുള്ള സാധ്യതയാണ്. അപ്പം
ഭക്ഷണവും ഉറക്കവും ഇത് രണ്ടും ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ, ഡൈജഷനും ഇത് മൂന്നും ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ, കൗൺസിലിങ്ങോ തെറപ്പിയോ അല്ലെങ്കിൽ മരുന്ന് തന്നെയോ വേണ്ട തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പ്രധാന 3 പരിഗണനകളാണ്. 1 ഭക്ഷണം, 2 ദഹനം, 3 ഉറക്കം. മറ്റു പല പരിഗണനകളും ഉണ്ട് എങ്കിൽ പോലും, ഉദാഹരണത്തിന് വൃത്തിബോധത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? വൃത്തിബോധത്തിൽ വ്യത്യാസം വരാം ഇതേ അഡിക്ഷൻസ് കൊണ്ട്. പോർണോഗ്രഫി അഡിക്റ്റഡ് ആയിട്ട് വൃത്തിബോധം തീർത്ത് നഷ്ടപ്പെട്ട വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികള് യൂത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിയെ അല്പം ഭയപ്പെടുത്തിയോ ശാസനാരൂപത്തിലോ ഡീല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ പോലും, കുട്ടികൾ പറയാറുണ്ട്, ഞാൻ ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിക്കും, ഞാൻ 1098 വിളിച്ചറിയിക്കും, അവര് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യും, എക്സെട്ര. ഞാൻ കുട്ടികളോട് തിരിച്ചു പറയാറുള്ള ഒരു കാര്യം ഇതാണ്, മോനെ, നീ എന്തിനെങ്കിലും അഡിക്റ്റഡ് ആയിട്ട് നീ വയലന്റ് ആയിട്ടുണ്ടെങ്കിൽ, വയലന്റ് ആയി എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുള്ളൂ, നീ വയലന്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, നീ വയലന്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റു പൗരന്മാർക്ക് അപകടം റേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്കിൽ നീ സഹായത്തിന് വിളിക്കുന്ന ചൈൽഡ് ലൈൻ ഒഫീഷ്യൽസും പോലീസും തന്നെയായിരിക്കും നിന്നെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പേരൻസിനെ സഹായിക്കും. ഓർക്കണം, our rights are only there when we are not against anybody's right. നമ്മുടെ വയലൻസ് കൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നമ്മൾ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നീട് നമ്മുടെ അവകാശങ്ങളുടെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, നിയമങ്ങളുടെ പരിരക്ഷ നമുക്ക് കിട്ടത്തില്ല. അപ്പം കുട്ടിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കുട്ടിയെ നിയമത്തിന്റെ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന് കെയർ ഹോമുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ അവര് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുക. ശരി, ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, സ്വാതന്ത്ര്യം. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളത് എനിക്ക് പ്രായമായപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഒരു അളവുകോലായിട്ട് കാണാറുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ കിട്ടുന്നത്, ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ കെൽപ്പുണ്ടാകുന്നത് ഒക്കെ പേഴ്സണൽ സ്വാതന്ത്ര്യത്തിന്റെ, ഫ്രീഡത്തിന്റെ ഒരു അളവുകോലായിട്ട് പലപ്പോഴും പലരും കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? എന്റെ തന്നെ ചങ്ങലകൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് റിയൽ സ്വാതന്ത്ര്യം. The freedom is the freedom to choose one's own chains. ഒരിക്കലും സ്വാതന്ത്ര്യം ലൈസൻസ് അല്ല. നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നമ്മളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും എപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കടന്നു കയറുമ്പോൾ. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ചെയ്യേണ്ടത് എന്താണ്? എന്നെ എന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന എന്തും ഞാൻ ചെയ്തോ, ആരും എന്നെ ചോദ്യം ചെയ്യില്ല. അതേസമയം എന്നെ എന്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വലിച്ചകറ്റുന്ന ഒന്നും ഞാൻ ചെയ്യരുത്. കുട്ടികളോട് ചോദിക്കാവുന്ന, യൂത്തിനോട് ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്, ഈസ് ദിസ്, ഈ ഒരു സ്വഭാവം, ഈ ഒരു ട്രെൻഡ് എന്നെ എന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ, അതോ എന്നെ അകറ്റുകയാണ്? വീണ്ടും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ചിന്ത ഇതാണ്. ഞാൻ പഴയൊരു പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച ഒരു ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ഞാനത് പറയാം. വിത്ത്, വിത്തൗട്ട് ഓർ ഇൻ സ്പൈറ്റ് ഓഫ്. അദ്ദേഹം പാകിസ്ഥാനോട് റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ഫ്രേസ് അന്ന് ഉപയോഗിച്ചത്. ഇവിടെ ഞാനിത് ഗാഡ്ജറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അഡിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുകയാണ്. വിത്ത്, വിത്തൗട്ട് ഓർ ഇൻ spite of the gadget, we should be able to lead our life forward to its destiny. അതായത് മൊബൈൽ ഉണ്ടായിരുന്നു കൊള്ളട്ടെ, മൊബൈൽ ഇല്ലായിരുന്നു കൊള്ളട്ടെ, മൊബൈലിന് അതീതമായി എന്റെ ജീവിതം അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കേണ്ടതാണ്. ഓക്കെ, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും
അതിനതീതമായിട്ടും എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഒരു ലെവലേശം പോലും, ഒരു തരിമ്പ് കൊണ്ട് പോലും മൊബൈലോ മൊബൈൽ കൂടിയുള്ള ഒരു കാര്യവും എന്നെ ഹനിക്കാൻ ഞാൻ അനുവദിക്കും. നമുക്കൊരു പക്ഷേ നമ്മളെ ഒന്ന് നോക്കി ചിരിക്കാൻ, കളിയാക്കാൻ സ്റ്റീവ് ജോബ്സിന്റെ ജീവിതത്തിലെ ആ അനുഭവം പറഞ്ഞുകൊണ്ട് നിർത്താം. സ്റ്റീവ് ജോബ്സ് നമുക്കറിയാം ആപ്പിളിന്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിന്റെ ആപ്പിൾ കമ്പനിയുടെ ഒരു വലിയ സംഭാവനയാണ് ആപ്പിൾ ഐഫോണുകളും ഐപാഡുകളും. അപ്പൊ ഐഫോണിന്റെ ഏതോ ഒരു പ്രത്യേക വേർഷൻ പുറത്തു വന്ന് തുടർന്ന് നടക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ, അതിന്റെ വിജയമായതിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു പത്രസമ്മേളനത്തില് മാധ്യമക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ കുഞ്ഞ് ആ ഫോണിനെ കുറിച്ച് എന്ത് പറയുന്നു? സ്റ്റീവ് ജോബ്സ് വളരെ ശാന്തമായിട്ട് മറുപടി പറഞ്ഞു, അവൻ അല്ലെങ്കിൽ അവൾ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, ആ കുട്ടി ആ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല. ഇതുണ്ടാക്കി ഡിവൈസ് ചെയ്ത് ലോകം മുഴുവൻ വിറ്റ് പണമുണ്ടാക്കിയ കമ്പനിയുടെ ഉപജ്ഞാതാവ്, കമ്പനിയുടെ CEO തന്റെ കുട്ടിക്ക് ആ ഫോൺ കൊടുത്തിട്ടില്ല. നമ്മൾ ഇല്ലാത്ത പണം ഉണ്ടാക്കി നമ്മൾ ഇത് മക്കൾക്ക് കൊടുക്കുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ എല്ലാത്തിനും ലാഭം നോക്കുന്നവരാണ്. കൃഷിയിൽ നമ്മൾ ലാഭം നോക്കുക, എല്ലാം ലാഭം നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ, നമ്മുടെ കുട്ടിക്ക് സ്മാർട്ട് ഫോൺ മേടിച്ച് കൊടുത്തിട്ട് വാട്ട് ഈസ് ദ റിട്ടേൺ? റിട്ടേൺ ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, റിട്ടേൺ ഇല്ലെങ്കിൽ, ദോഷമാണുള്ളതെങ്കിൽ കാണിക്കണം ഗട്സ്. കുട്ടികളും പേരൻസും എനിക്കിത് വേണ്ട എന്ന് തീരുമാനിക്കും.